മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് പ്രിയ വർമ്മ എന്നാണ്. ഞാൻ DFAB എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. DFABന് 2 ബ്രാഞ്ചുണ്ട്. കൊച്ചിയിലും കോട്ടയത്തും 2 ബ്രാഞ്ചായിട്ട് വർക്ക് ചെയ്യുന്നൊരു ബുട്ടീക്കാണ് DFAB. DFAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനേഴ്സ് കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഏതൊരു സ്ത്രീയിൽ നോക്കിയാലും അവരിലൊരു ഡിസൈനറുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഏത് ഡിസൈനിങ്ങിൻ്റെ ആവശ്യങ്ങളും അത് സാധിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് DFAB എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ലോണം ഒരുങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഏതൊരു സ്ത്രീയും ഒരു ഫംഗ്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ബുട്ടീക്കാണ് DFAB. DFABനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ DFABിൽ എല്ലാ വെറൈറ്റി ഓഫ് ഫാബ്രിക്സ് ഉണ്ട്. എല്ലാ ഫാബ്രിക്സും ഉണ്ട്, സാരീസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്. ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാവിധ കോസ്റ്റ്യൂംസും തയ്യാറാക്കി എടുക്കാനുള്ള മെറ്റീരിയൽസും റെഡി ആയിട്ടുള്ള കോസ്റ്റ്യൂംസും ഉള്ളൊരു സ്ഥാപനമാണ് DFAB. ഇത് DFABിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ആദ്യം പറയണം. ഞാനൊരു കോർപ്പറേറ്റ് ഫീൽഡിൽ നിന്ന് വന്നൊരു എംപ്ലോയി ആണ്. ഡിസൈനിങ് ചെറുപ്പത്തിലേ തൊട്ടുള്ളൊരു പാഷനായിരുന്നു. ഫാസിൽ സാറിൻ്റെയും നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെയും കോസ്റ്റ്യൂമുകൾ ഫിലിമിൽ കണ്ട് അതിനോട് ഭയങ്കരധികം ഇഷ്ടവും അതിനോട് ഭയങ്കരധികം പാഷനും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ഡിസൈനിങ് ചെയ്യാൻ പറ്റാത്ത ഒരു സങ്കടം, എനിക്കൊരു പ്രൊഫഷണലി പഠിക്കാൻ പറ്റിയില്ല ഡിസൈനിങ്. അപ്പോൾ ആ ഒരു സങ്കടം എന്നും ഉള്ളിൽ കിടന്നിരുന്നു. അപ്പോൾ ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആയപ്പോഴും സ്വന്തമായിട്ടുള്ള ഡിസൈനിങ് എന്നുള്ളൊരാശയം എന്നോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. ട്രെയിനിങ്ങിൽ ഫസ്റ്റ് ജോബ് ട്രെയിനിങ്ങിന് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ ട്രെയിനർ ചോദിക്കുകയുണ്ടായി, പ്രിയയ്ക്ക് ഇത്രയും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിയ അതുകൊണ്ട് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആദ്യത്തെ ഉത്തരം ഞാൻ സ്വന്തമായിട്ടൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് 2010 ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ നിന്നുള്ള ഒരു ജോബ്, അത് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിന്നപ്പോഴാണ് എന്തുകൊണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡായ ഡിസൈനിങ് തന്നെ ചെയ്തുകൂടാ എന്നുള്ള ആശയം മനസ്സിൽ വന്നത്. അങ്ങനെയാണ് DFAB എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. DFAB എന്നൊരു കോൺസെപ്റ്റ് പറയാൻ പറ്റില്ല, കാരണം ആദ്യം ഉണ്ടായിരുന്ന നമുക്കൊരു ഡിസൈനിങ് ഫാസിനി എന്ന് പറഞ്ഞൊരു ഡിസൈനിങ് സ്റ്റുഡിയോ ആയിരുന്നു. ഒരു ചെറിയ സ്റ്റുഡിയോയിനകത്ത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. നല്ല കസ്റ്റമർ ബേസായി ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിൽ ബിസിനസ് നല്ലോണം മെച്ചപ്പെട്ടപ്പോൾ സ്വന്തമായിട്ട് ഫാബ്രിക്സ് മേടിക്കാതെ നിവർത്തിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് DFAB ശരിക്കും പറഞ്ഞാൽ പിറക്കുന്നത്. 2013 DFAB ഇവിടെ പനമ്പള്ളി നഗറിൽ ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2013 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ DFAB ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് കൊച്ചിക്കാരുടെ ഇടയിൽ മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2014 ഒരുപാട് കസ്റ്റമേഴ്സ് കോട്ടയത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കോട്ടയത്ത് എന്തുകൊണ്ട് വീണ്ടും ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്തയിൽ 2014 ഡിസംബറിലാണ് കോട്ടയത്ത് DFAB അടുത്ത ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും അല്ലെങ്കിൽ അക്രോസ് ഡിസ്ട്രിക്റ്റ് കേരളത്തിലെ ഡിസ്ട്രിക്ട്സുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പുറത്തുനിന്നുമുണ്ട്. അത് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു DFABിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടും അല്ലെങ്കിൽ സർവീസ് കൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫാബ്രിക്കിൻ്റെ വെറൈറ്റീസും കൊണ്ടും മാത്രമാണ് ഇത്രയും കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു ഫീൽഡിൽ DFAB സ്വന്തമായിട്ടുള്ളൊരു സ്ഥാനം പിടിച്ചെടുത്തത്. അപ്പോൾ DFABിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇല്ലാത്തത് എന്ന് ഞാൻ തിരിച്ച് ചോദിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിൻ്റെ ആവശ്യം എന്താണോ അതെന്തും സാധിച്ചു കൊടുക്കാനുള്ള ഒരു ഫുൾ ടീം തന്നെ ഞങ്ങൾക്കുണ്ട്. അത് ഫാബ്രിക്സിലായാലും അതിൻ്റെ ഡിസൈനിങ്ങിലായാലും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനിലായാലും. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമായിരുന്നു. ഫാബ്രിക്സും ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഉൾപ്പെടെ 3 കൂടെ സംയോജിപ്പിച്ച് എവറിത്തിങ് അണ്ടർ വൺ അംബ്രല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഫസ്റ്റ് ആയിട്ട് കേരളത്തിൽ തുടങ്ങിയത് ഞങ്ങളാണ്.
ഇവിടെ 10-ലധികം ഡിസൈനേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഏത് ആവശ്യവും സ്പോട്ട് തന്നെ സ്കെച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു ബ്രൈഡൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ റിക്വയർമെൻറ്റ് എന്താണ്, അതിനനുസരിച്ച് സ്കെച്ച് ചെയ്തും അതിനെന്തൊക്കെ ഡിസൈനിങ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് ഐഡിയാസ് കൊടുക്കാൻ കഴിയുന്ന നല്ല നല്ല ഡിസൈനേഴ്സ് നമുക്കുണ്ട്. ഇപ്പോൾ ആ ഡിസൈൻ എടുത്താൽ തന്നെ അതെങ്ങനെ നമുക്ക് എത്ര ഭംഗിയിൽ തയ്ച്ചെടുക്കാം. ഇപ്പം ഒത്തിരി കസ്റ്റമേഴ്സ് പറയുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ തുണി ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കണം, അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് തയ്ക്കാൻ കൊടുക്കണം. അപ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്ന സമയത്താണ് DFAB ഇതെല്ലാം കൂടെ ഒരൊറ്റ കൊടക്കീഴിൽ കൊണ്ടുവരുന്നത്. അത് എൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ഞാൻ DFABൻ്റെ വിശ്വസിക്കുന്നത്. പിന്നെ ഫാബ്രിക്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ബഡ്ജറ്റിനും ഇണങ്ങുന്ന ഫാബ്രിക് ഉണ്ട്. ഇപ്പം മീഡിയം റേഞ്ച് ആയിട്ടുള്ള ഫാബ്രിക് തൊട്ട് ഹൈ റേഞ്ച് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഡിസൈനർ വെയർസ് തന്നെ DFABൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഈയൊരു ബിസിനസ് എന്നല്ല, ഏതൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഏതൊരു സ്ത്രീക്കും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ എനിക്ക് യാതൊരു ഫാബ്രിക് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഇതെല്ലാം കണ്ടുപിടിക്കുക, ഏറ്റവും നല്ല ആൾക്കാരെ സോഴ്സ് ചെയ്യുക, അവരിലേക്ക് ഡിസൈൻ മനസ്സിലാക്കി കൊടുക്കുക, അവരിൽ നിന്ന് അത് തിരിച്ച് മേടിക്കുക. ഇത് വളരെയധികം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തു നിന്നല്ല, ഇന്ത്യക്ക് അകത്തും പുറത്തും നിന്നാണ് ഫാബ്രിക്കുകൾ വരുന്നത്. അതിനകത്ത് പിന്നെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ഫാബ്രിക്സ് എടുത്തിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഡിസൈനിങ്ങും ഉണ്ട്. എക്സ്ക്ലൂസീവ്നെസ് എപ്പോഴും കൊണ്ടുവരാനാണ് DFAB ശ്രമിക്കാറുള്ളത്. അപ്പോൾ അത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. നമ്മൾ ഒത്തിരി അതിന് ഡെഡിക്കേഷൻ വേണം, ഹാർഡ് വർക്ക് വേണം. നമ്മൾ അതിൻ്റെ പുറകെ ഇപ്പം എന്താ പറയുക, അത് ചേസ് ചെയ്ത് തന്നെ നമ്മൾ പിടിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസൈൻ കൊടുത്തു, അത് ആ സെയിം വേയിലാണോ തിരിച്ച് വന്നേക്കണേ, കൊടുക്കുമ്പോൾ തൊട്ട് കിട്ടുന്ന വരെയുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് ഭയങ്കര ഹയറാണ്. വെല്ലുവിളികൾ അതുമാത്രമല്ല, ഇപ്പം നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്ന രീതിയിലാണെങ്കിലും കൊണ്ടു നടക്കേണ്ട രീതിയിലാണെങ്കിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് വന്നാലുള്ള കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, പിന്നെ ഒരു കസ്റ്റമറും ഒരു ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി പോകരുതെന്ന് വളരെയധികം നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ 100% ഡെഡിക്കേഷനും ഹാർഡ് വർക്കും പാഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്ഥാനം അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഫാബ്രിക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ റെഡിമെയ്ഡിനേക്കാൾ ഏറ്റവും അധികം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഫാബ്രിക്സിനാണ്. കാരണം ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ആവശ്യമാണ്. ചിലവർ ഒരു ഫാബ്രിക് കാണിച്ചാൽ തന്നെ ഒരു കസ്റ്റമർ അതിൽ കാണുന്നത് ഒരു ദുപ്പട്ടയാണെങ്കിൽ വേറൊരു കസ്റ്റമർ അതിൽ കാണുന്നത് സാരിയാണ്. ആ ഒരു കസ്റ്റമറിൻ്റെ എന്താ പറയുക, ഡിസൈനിങ്ങിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ ഏറ്റവും അധികം നന്നാക്കി എടുക്കേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാബ്രിക് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഫാബ്രിക്കുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. പ്യുവർ ഫാബ്രിക്സ് ഉണ്ട്, സിന്തറ്റിക് ഫാബ്രിക്സ് ഉണ്ട്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഫാബ്രിക്കിൻ്റെ ഓരോ നേച്ചർ മനസ്സിലാക്കി അതെങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ, ഒരു ഔട്ട്പുട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അത് വിലയിരുത്തി അത് നെക്സ്റ്റ് ടൈം അതെങ്ങനെ കൂടുതൽ നന്നാക്കാം അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫാബ്രിക് നോക്കുകയാണെങ്കിൽ ചന്തേരി ഫാബ്രിക്സ് ഉണ്ട്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഷിഫോൺസ് ഉണ്ട്, ജോർജറ്റ്സ് ഉണ്ട്, ക്രേപ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വിധത്തിലുള്ള ഫാബ്രിക്കുകളും ഇവിടെ ലഭ്യമാണ്. ശരിക്കും DFAB എന്നുള്ളൊരു സ്ഥാപനത്തിലേക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സ് മാത്രമാണ്. കാരണം ഒരു ചെറിയ ഡിസൈനിങ് സ്റ്റുഡിയോയിൽ നിന്ന് ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിലേക്കുള്ള വളർച്ച എന്തുകൊണ്ടും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. നല്ലൊരു കസ്റ്റമർ ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു സ്ഥാപനം ഇത്രയും വളരില്ല എന്നുള്ളത്. അപ്പോൾ 100% എൻ്റെ ഈ ഒരു എക്സ്പാൻഷൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എൻ്റെ കസ്റ്റമേഴ്സാണ്. ഒരുപാട് അടുപ്പം പുലർത്തുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. എന്ത് കുറവ് വന്നാൽ പോലും അത് വന്ന് വിളിച്ച് സംസാരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ തന്നെ ഞാനും എൻ്റെ സ്റ്റാഫും 100% അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കസ്റ്റമർ റിലേഷൻ കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ DFAB ഇന്ന് കൊച്ചിയിലെ ഒരു നല്ലൊരു ബൊട്ടീക്കിൻ്റെ ഇടയിലേക്ക് സ്ഥാനം പിടിച്ചത് തന്നെ. ഈ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും അധികം മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് മുന്നോട്ടുള്ള വഴി. എന്നെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. എൻ്റെ ഹസ്ബൻഡ് ഫുൾ സ്വിങ്, മിസ്റ്റർ രഞ്ജിത്ത് വർമ്മ ഫുൾ സ്വിങ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാടധികം യാത്രകൾ ആവശ്യമുണ്ട്.
പിന്നെ ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഇന്ന സമയം എന്നുള്ളൊരു ഇത് കട്ട് ഓഫ് ടൈം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാ 100% സപ്പോർട്ടും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ നിന്നും എൻ്റെ ഫാമിലിയുടെ നിന്നും കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു രീതിയിൽ എനിക്ക് ഈ ബൊട്ടീക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ പറ്റുന്നത്. ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ളത് പറയാൻ നമ്മൾ കുറേ പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ട്. ഇന്നിന്ന ഫാബ്രിക്സ് ആണ് അല്ലെങ്കിൽ ഇന്നിന്ന ഡിസൈനുകളാണ് ഏറ്റവും കൂടുതൽ പോവുക എന്നുള്ളത്. പക്ഷേ അതല്ല, ഓരോ കസ്റ്റമർക്കും ഓരോ മൈൻഡ് സെറ്റ് ആയിട്ടാണ് അവർ വരുന്നത്. ഇപ്പോൾ ഫാബ്രിക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ വളരെയധികം വെറൈറ്റി ഓഫ് ഫാബ്രിക്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്രേപ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാം അനുസരിച്ചിട്ടാണ് ഫാബ്രിക്കിൻ്റെ ഗുണവും പ്രൈസും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംയോജിച്ച് ഒരു കസ്റ്റമറിനോട് പറഞ്ഞ് അത് മനസ്സിലാക്കി അവരെ ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു നല്ല ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ റഫായിട്ടുള്ള ഒരു ഐഡിയ, ഒരു സാരി വേണം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഇന്നിന്ന ഫാബ്രിക്കാണ്. അപ്പോൾ ഏതൊരു കസ്റ്റമർക്കും മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവും. ഇപ്പോൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഫാബ്രിക്കിനോട് ഇഷ്ടമുണ്ടാവും. ചിലപ്പോൾ എനിക്ക് തളർന്ന് കിടക്കുന്ന ഫാബ്രിക് ആയിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ആ വിധത്തിലുള്ള ഫാബ്രിക്, അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാണിച്ചു കൊടുക്കും. പിന്നെ എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ച് മനസ്സിലാക്കും. അല്ലെങ്കിൽ എന്താണ് റിക്വയർമെൻറ്റ്, എങ്ങനെയാണ്, ഏത് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ചോദിക്കും. അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു കസ്റ്റമറിൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഞങ്ങളൊരു ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. എപ്പോഴും കസ്റ്റമറിൻ്റെ ചോയ്സസിനാണ് നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ബോളിവുഡിൽ കുറേ ഡിസൈൻസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് ഇവിടേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു സക്സസ് ആവുക, ഒരു ഡിസൈൻ സക്സസ്ഫുൾ ആവുക, ആ കസ്റ്റമറിൻ്റെ ഇഷ്ടം എന്താണ്, ആ കസ്റ്റമറിൻ്റെ ചോയ്സസ് എന്താണ്, അവരുടെ ഫങ്ഷൻ എന്താണ്, അല്ലെങ്കിൽ തീം എന്താണ്, ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അതിനോട് റിലേറ്റ് ചെയ്ത് ഒരു കസ്റ്റമർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ചൊരു ഡിസൈൻ സക്സസ്ഫുൾ ആവുന്നത്. അല്ലാണ്ട് നമ്മൾ വേറൊരാൾ ചെയ്ത ഒരു ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ പുറത്തെ ഒരു ഡിസൈൻ കണ്ടു അത് ഇവിടെ കോപ്പി ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൊച്ചി എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥാപനം നിലനിന്ന് പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് മാത്രമാണ് നിലനിന്ന് പോകുന്നത്. ഇപ്പോൾ ഓഫേഴ്സായിട്ടും പല ഇതുമായിട്ടും വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിലെല്ലാത്തിനും മുകളിൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഏറ്റെടുക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ അയാളുടെ എന്താണ് പ്ലസ് എന്നുള്ളത് ആദ്യം ചോദിച്ചു അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ആ പ്ലസ്സിൽ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ഡിഫാബ് നിൽക്കുന്നത്. അല്ലാതെ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്, എങ്ങനെയും എനിക്ക് വിൻ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് നമുക്ക് ഒരു ബിസിനസ്സും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഉണ്ടെങ്കിലേ ആസ് എൻ ഇൻഡിവിജ്വൽ ഓർ ആസ് എ ബിസിനസ് നമ്മൾ എപ്പോഴും മുകളിലേക്ക് വരുള്ളൂ. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മെച്ചപ്പെടും? ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കൈൻഡ് ഓഫ് ഫാബ്രിക്സ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. അതിനകത്ത് ക്വാളിറ്റി ഉള്ള ഫാബ്രിക്സ് ഉണ്ട്, ക്വാളിറ്റി കുറഞ്ഞ ഫാബ്രിക്സ് ഉണ്ട്. ഇതെല്ലാം ഈ ക്വാളിറ്റി കൂടുതലും ക്വാളിറ്റി കുറവും പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാനൊരിക്കലും ഒരു ക്വാളിറ്റി കോംപ്രമൈസിന് തയ്യാറാവാത്ത ഒരാളാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ഉള്ളത്തോളം കാലം ഇപ്പോൾ ഞങ്ങൾ എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഹാൻഡ് വർക്ക്സ് ഉണ്ട്. ക്വാളിറ്റി കുറഞ്ഞൊരു പ്രോഡക്റ്റിൽ നമുക്ക് നല്ല നല്ല വർക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മൾ കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ കൊടുക്കുക, അതിനകത്ത് ഏറ്റവും നല്ല വർക്ക് ചെയ്യുക എന്ന ആ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ക്വാളിറ്റി കുറഞ്ഞ സാധനം കൊടുത്തിട്ട് കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളൊരു ലെവലിൽ നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് എടുക്കുന്നില്ല. ഇതിൽ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, ബുട്ടീക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ചെറിയ ചെറിയ ബുട്ടീകൾ നടത്തുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് അക്രോസ് കൊച്ചി, കോട്ടയം, തൃശ്ശൂർ എന്നൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് ചെയ്യുക, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പരിമിതികൾ നമ്മൾ വയ്ക്കരുത് ജീവിതത്തിൽ. നമ്മളെപ്പോഴും ഒരുപാട് ആഗ്രഹിച്ചാലേ അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടാലേ നമുക്ക് ഏതെങ്കിലും ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതം തന്നെ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് ഒരു ബിസിനസ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് പാരമ്പര്യം ഇല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എല്ലാം ദൈവവിധിയാണ്, ദൈവാനുഗ്രഹമാണ്.
അപ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിലുണ്ട്. അത് ബിസിനസ്സായിട്ടായാലും ഏത് വിധത്തിലുള്ള ബിസിനസ്സായിട്ടായാലും നല്ല നല്ല അവനവൻ്റെ കഴിവുകൾ കണ്ടെത്തി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരും സക്സസ്ഫുള്ളായി വരട്ടെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ DFAB കൊച്ചിയിലും കോട്ടയത്തും ഒരു നല്ലൊരു സജീവ സാന്നിധ്യമാണ്. DFABന് വളരെയധികം ഒരു നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ട്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും മെയിനായിട്ട് ഞാൻ കാണുന്ന ഒരു പ്ലസ് പോയിൻ്റ് DFABൻ്റെ. ഇനി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ഡിസ്ട്രിക്ട്സിലേക്കും വേറെ ബ്രാഞ്ചസ് ആയിട്ട് ഇത് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാവണം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.